മനസ്സിൽ പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന മനുഷ്യർ അപകടകാരികളാണ്. അവർ ഏത് സമയവും ആക്രമണം നടത്താം. ആരെയും കൊല്ലാനും മടിക്കില്ല. അങ്ങനെയുള്ളവരെ പേടിക്കണം കേട്ടോ. ആ പകയുടെയും വിദ്വേഷത്തിൻ്റെയും കാരണം പരിശോധിച്ചാൽ പ്രശ്നം നിസ്സാരമായിരിക്കും. ഒരു ചെറിയ വാക്കിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ ഉണ്ടായ പ്രതികാരം, അല്ലെങ്കിൽ പണത്തിനും സ്വത്തിനും വേണ്ടിയുള്ള പകവീട്ടൽ. ഇടുക്കി ചീനിക്കുഴിയിലെ കൂട്ടക്കൊല ഇന്നും നടുക്കുന്ന ഓർമ്മയാണ്. സ്വന്തം മകനെയും കുടുംബത്തെയും ചുട്ടരിച്ചു കൊന്ന പിതാവ് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച ദിവസമാണിത്. പ്രതി ഹമീദിനുള്ള ശിക്ഷ എന്തായിരിക്കും? ആ കേസിലേക്ക് പോകും മുൻപ് കൊച്ചി കൂനമ്മാവിൽ കൊലക്കേസ് പ്രതിയെ വധിക്കാൻ ശ്രമിച്ച സംഭവമാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. ഒരു കാലത്ത് നാട്ടുകാരുടെ പേടി സ്വപ്നമായിരുന്നു ആലപ്പുഴ അരൂർ സ്വദേശിയായ സുദർശനൻ. കൊലപാതകം, വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ നാട്ടിൽ പലപ്പോഴും ഭീതി വിതച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ സുദർശനെ കണ്ടെത്തിയതോടെയാണ് അയാളുടെ ഇപ്പോഴത്തെ ദയനീയാവസ്ഥയെക്കുറിച്ച് മനസ്സിലായത്. ജനനേന്ദ്രിയം മുറിക്കുകയും ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ക്രൂരമായി ഉപദ്രവിച്ച ശേഷം യുവാവിനെ വഴിയിൽ തള്ളി. മാനസിക വിഭ്രാന്തി കാരണം സുദർശനൻ എറണാകുളം കൂനമ്മാവിലെ ഒരഗതി മന്ദിരത്തിൽ കഴിയുകയായിരുന്നു. അതിനിടെയാണ് അവിടുത്തെ അന്തേവാസികൾ അയാളെ ക്രൂരമായി തല്ലിച്ചതച്ചത്. മരിച്ചെന്ന് കരുതി യുവാവിനെ കൊടുങ്ങല്ലൂരിലെത്തിച്ച് റോഡരികിൽ ഉപേക്ഷിച്ചു. കേസിൽ കൂനമ്മാവ് ഇവാഞ്ചലോ അഗതി മന്ദിരം നടത്തിപ്പുകാരനും സഹായികളും ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നിരവധി കേസുകളിൽ പ്രതിയായ സുദർശനനെ ജനനേന്ദ്രിയം ഛേദിക്കപ്പെട്ടതുൾപ്പെടെ ഗുരുതര പരിക്കുകളോടെ വഴിവക്കിൽ കണ്ടെത്തിയ സംഭവത്തിൽ പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു. ഒടുവിൽ നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് കേസിൽ തുമ്പുണ്ടാക്കിയത്. അഗതി മന്ദിരത്തിലെ വാഹനം തിരിച്ചറിഞ്ഞതോടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കേസിന്റെ ചുരുളഴിയുന്നത്. കൊച്ചിയിൽ നടന്ന അടിപിടി കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായ സുദർശനനെ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് കൂനമ്മാവ് ഇവാഞ്ചലോ അഗതി മന്ദിരത്തിൽ എത്തിക്കുകയായിരുന്നു. ആശ്രമത്തിലെ അന്തേവാസികളുമായി സുദർശനൻ തർക്കത്തിലേർപ്പെട്ടതോടെയാണ് അന്തേവാസികൾ ഇയാളെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സുദർശനെ ചികിത്സിക്കുന്നതിന് പകരം ഇവാഞ്ചലോ ആശ്രമത്തിന്റെ വാഹനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. ഇങ്ങനെ കിട്ടി, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് മാത്രമേ പറഞ്ഞു. 21 കിട്ടിയെന്ന് പറഞ്ഞു. കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അരൂരി എന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അരൂരി ഈ സംഭവമൊക്കെ നമ്മൾ വഴക്കുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ 24-ാം തീയതി അമ്മയുടെ അടിയന്തരം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഇവിടെ വരുന്നത്. കഴിഞ്ഞാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ. കൊലപാതക ശ്രമം, ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. സംഭവത്തിൽ വരാപ്പുഴ പോലീസും കേസെടുത്തിട്ടുണ്ട്. പരിക്കേറ്റ സുദർശനൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. പൊതുസ്ഥലത്തും തൊഴിലിടത്തുമെല്ലാം സ്ത്രീകൾ പല രീതിയിൽ ചൂഷണത്തിന് ഇരകളാകുന്നുണ്ട്. ജോലി മേഖലയിൽ മേലുദ്യോഗസ്ഥനാണ് പലപ്പോഴും വില്ലന്റെ വേഷത്തിലെത്തുന്നത്. പെൺകുട്ടികളും സ്ത്രീകളും അവിടെ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. കൊച്ചിയിൽ കോഫി ഷോപ്പ് ജീവനക്കാരിയെ സ്ഥാപനത്തിലെ മാനേജർ ചൂഷണം ചെയ്ത കഥ ഞെട്ടിപ്പിക്കുന്നതാണ്. സ്ഥാപനത്തിൻ്റെ സുരക്ഷാ ആവശ്യങ്ങൾക്കെന്ന പേരിൽ ജീവനക്കാരിയായ പെൺകുട്ടിയുടെ ഫോൺ വാങ്ങി മാനേജർ അതിലുള്ള സ്വകാര്യ ചിത്രങ്ങൾ കൈക്കലാക്കി. പിന്നീട് ആ ചിത്രങ്ങൾ പോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു. ആദ്യം ഭയന്നു വിറച്ച പെൺകുട്ടി
ഉടൻ തന്നെ പോലീസിൽ പരാതിപ്പെട്ടു. കേസിൽ മലപ്പുറം എടപ്പാൾ സ്വദേശി അജിത് ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയുടെ ഫോണിൽ നിന്ന് മറ്റു പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയ നിർണായക തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ ഒരു കോഫി ഷോപ്പിൽ മാനേജരായി ജോലി ചെയ്യുകയായിരുന്നു മലപ്പുറം എടപ്പാൾ സ്വദേശി അജിത് ബാബു. അവിടെ പാർട്ട് ടൈമായി ജോലി ചെയ്തു വരികയായിരുന്നു പരാതിക്കാരി. സ്ഥാപനത്തിന്റെ സുരക്ഷാ ആവശ്യങ്ങൾക്കെന്ന വ്യാജേന പെൺകുട്ടിയുടെ ഫോൺ വാങ്ങിയ ശേഷം അതിലുണ്ടായിരുന്ന സ്വകാര്യ ചിത്രങ്ങൾ ഇയാൾ കൈക്കലാക്കി. ഈ ഫോട്ടോകൾ അശ്ലീല സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി പരാതിക്കാരിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. പെൺകുട്ടി കൃത്യമായി ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിരന്തരം മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അജിത്ത് മദ്യപിച്ച് ഓഫീസിലെത്തി മറ്റ് ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പരാതിക്കാരി താമസിക്കുന്ന ഇടത്ത് പോയി ശല്യം ചെയ്യുകയും ഒപ്പം ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്നാണ് യുവതി കടവന്ത്ര പോലീസിന് പരാതി നൽകിയത്. ഒളിവിൽ പോയ അജിത്ത് ബാംഗ്ലൂരുവിൽ നിന്നാണ് കടവന്ത്ര പോലീസിന്റെ പിടിയിലായത്. പ്രതിയുടെ ഫോണിൽ നിന്നും മറ്റു പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയ നിർണായക തെളിവുകളും കണ്ടെത്തി. അജിത്തിനെതിരെ കൂടുതൽ പരാതികൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാൾ മാനേജറായിട്ട് വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും അവരുടെ സമ്മതമില്ലാതെ അശ്ലീല ദൃശ്യങ്ങൾ കളക്ട് ചെയ്തിട്ട് അതുവഴി അവരെ ഭീഷണിപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത പ്രതിയാണ്. അപ്പോൾ ഇനി തെളിവെടുപ്പുകൾ കൂടെ നടത്താനുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് കേസിന്റെ അന്വേഷണം നടത്തണം. സമയം പ്രതിയുടെ പേര് അജിത്ത് എന്നാണ്. ഇയാൾ കുറച്ച് കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി മലപ്പുറം സ്വദേശിയാണ്. ഇല്ല, നിലവിൽ ഇതുവരെ ഇല്ല. ഇപ്പൊ ഈ കേസാണ് അന്വേഷിക്കുന്നത്. അതെ, ബാംഗ്ലൂർ. അയാൾ അവിടെയാണ് മറ്റവിടെ വർക്ക് അവിടെ മറ്റെന്തോ ജോലിയൊക്കെ ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്. കടവന്ത്ര ഇൻസ്പെക്ടർ മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI ഷാഹിന, ഗ്രേഡ് SI KR പ്രവീൺ, സീനിയർ CPO സലീം എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ലൈംഗിക വൈകൃതമുള്ള മനുഷ്യരെ സൂക്ഷിക്കണം. അവർക്ക് സ്വന്തം അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയില്ല. മക്കളുടെ പ്രായമുള്ളവരെയും ആക്രമിക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചില ആളുകളും. കൊല്ലം കടക്കലിൽ 2ാം ക്ലാസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയത് നാട്ടുകാരനാണ്. പെൺകുട്ടി സ്കൂൾ വിട്ടു വരുന്ന വഴി മഴ നനയാതിരിക്കാൻ ബസ് സ്റ്റോപ്പിൽ കയറി നിന്നതാണ്. അവിടെ വെച്ചാണ് ആറ്റുപുറ സ്വദേശി ഷൈജു 2ാം ക്ലാസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയത്. പ്രതിയെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി പോലീസിന് കൈമാറി. കഴിഞ്ഞ ദിവസമാണ് സംഭവം. 2ാം ക്ലാസ്സുകാരി സ്കൂൾ ബസ്സിൽ വന്നിറങ്ങിയതിനു ശേഷം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കുട്ടി കയറി നിന്നപ്പോഴാണ് പ്രതി ഉപദ്രവിച്ചത്. ആറ്റുപുറം സ്വദേശിയായ ഷൈജു ആണ് പിടിയിലായത്. ഷൈജുവിനെ കുട്ടിക്ക് പരിചയമുണ്ടായിരുന്നു. ഈ പരിചയം മുതലാക്കിയാണ് പ്രതി കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത്. കുട്ടിയുടെ അടുത്തേക്ക് വന്ന ഇയാൾ വിശേഷങ്ങൾ ചോദിച്ചതിന് പിന്നാലെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടി ബഹളം വെച്ചതോടെ സമീപത്തെ വീട്ടുകാർ ഓടിയെത്തി. ഇത് കണ്ട ഷൈജു ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് വിവരമറിഞ്ഞ നാട്ടുകാർ പ്രതിക്കായി തെരച്ചിൽ നടത്തുകയും തൊട്ടടുത്ത മലയിൽ നിന്നും ഇയാളെ പിടികൂടുകയും ചെയ്തു. കനത്ത മഴ മൂലം കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അമ്മ എത്താൻ വൈകിയിരുന്നു. പോക്സോ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. ന്യൂസ് 18 കൊട്ടാരക്കര. തൊടുപുഴ ചീനിക്കുഴി കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു മരവിച്ചു പോകും. സ്വത്തിന് വേണ്ടി സ്വന്തം മകനെയും മരുമകളെയും കൊച്ചുമക്കളെയും കൊലപ്പെടുത്തിയ പിതാവിനെ ഒരു നാട് മുഴുവൻ വെറുക്കപ്പെട്ടവനായിട്ടാണ് കാണുന്നത്. അയാൾക്ക് പരമാവധി ശിക്ഷ വേണമെന്ന് ആഗ്രഹിക്കാത്തവർ കുറവാകും.
ഇത്രയും നീചമായ രീതിയിൽ കൂട്ടക്കൊല നടത്തിയിട്ടും യാതൊരു കുറ്റബോധവും പ്രകടിപ്പിക്കാത്ത ഹമീദ് ഒരു കൊടും കുറ്റവാളിയാണ്. ചീനിക്കുഴി കൊലപാതക കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. മാർച്ച് 19 ക്രൂര കൊലപാതകങ്ങൾ നടക്കുന്നത്. സ്വത്തിന്റെ പേരിലുള്ള തർക്കവും ഭക്ഷണത്തിന് കറി വിളമ്പുന്നത് സംബന്ധിച്ചുള്ള വഴക്കും തുടർന്നുണ്ടായ വൈരാഗ്യവുമാണ് കൂട്ടക്കൊലപാതകത്തിൽ കലാശിച്ചത്. ഹമീദിന്റെ മകനായ ഫൈസൽ മുഹമ്മദ്, ഭാര്യ ഷീബ, മക്കളായ 16 വയസ്സുകാരി മെഹറിൻ, 11 വയസ്സുകാരി അസ്ന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വീടിനുള്ളിലേക്ക് പെട്രോൾ കുപ്പി എറിഞ്ഞ് തീ കൊളുത്തിയാണ് സ്വന്തം മകൻ ഉൾപ്പെടുന്ന കുടുംബത്തെ പിതാവ് ഹമീദ് കത്തിച്ചു കൊലപ്പെടുത്തിയത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് വാട്ടർ ടാങ്കിലെ വെള്ളം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞ് പൈപ്പ് മുറിച്ചു മാറ്റിയ ശേഷമാണ് ഹമീദ് വീടിന് തീയിട്ടത്. ഹമീദ് പെട്രോളിൽ കുപ്പിയെറിഞ്ഞതിന് സാക്ഷിയായ അയൽവാസി ഉൾപ്പെടെ 78 പേരാണ് കേസിൽ മൊഴി നൽകിയത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകമാണ് നടന്നതെന്നും നിഷ്കളങ്കരായ 4 പേരെയാണ് പ്രതി ചുട്ടുകൊന്നതെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷൻ ഇതിൽ പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് വാദം പറഞ്ഞിട്ടുണ്ട്. പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ പ്രതിയുടെ പ്രായമൊഴിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ വധശിക്ഷ കൊടുക്കാൻ പര്യാപ്തമായ ഘടകങ്ങളാണ്. ഇത് ആ വീട്ടിൽ എല്ലാ ഈ വീട്ടിലുള്ള ആളുകൾ, ഇദ്ദേഹം കൊലപാതകം നടത്തണമെന്ന് ഉദ്ദേശിച്ച ആളുകളെല്ലാവരും തന്നെ ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്നും അവരെ ആരും രക്ഷപ്പെടുത്താൻ ആരെക്കൊണ്ടും സാധിക്കരുതെന്നും കണക്കാക്കി അതിനു വേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചിരുന്നു. മുഴുവൻ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയെന്നും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും പ്രതി ഹമീദിന് പരമാവധി ശിക്ഷ വാങ്ങി നൽകുവാൻ ഇടയാക്കുമെന്നും അന്വേഷണത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. സാക്ഷികളുടെ മൊഴികളുണ്ടായിരുന്നു. ബന്ധുക്കളായ ആളുകൾ പോലും പ്രതിക്ക് എതിരായിട്ട് നമുക്ക് മൊഴി തന്നിട്ടുണ്ട്. പിന്നെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പ്രതിയുടെ ചേട്ടൻ്റെ ഭാര്യ വിളിച്ച് ഇയാൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്. അത് ഈ പ്രതിയുടെ തന്നെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, ക്ലിയർ ചെയ്യാൻ പറ്റി നമുക്ക് പറ്റിയായിരുന്നു. പിന്നെ ഈ സംഭവത്തിന് മുമ്പ് ഒരു പ്രീ പ്ലാനിങ് പുള്ളിക്കുണ്ടായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പുള്ളി കുറേ ക്യാഷും കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ട് അവിടെ വെച്ചിരുന്നു. അപ്പോൾ അത് ഈ സംഭവത്തിൽ നശിച്ചു പോകുന്ന പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രീ പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു നാട്ടുമുറ ആയതുകൊണ്ട് തന്നെ നാട്ടുകാരും പരമാവധി ആൾക്കാരും നമുക്ക് എല്ലാ സഹകരണങ്ങളും നൽകിയായിരുന്നു. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കണക്കാക്കി ശിക്ഷ കുറയ്ക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. മരിച്ചുപോയ മകൻ മുഹമ്മദ് ഫൈസൽ നിയമവിരുദ്ധമായി വിൽപ്പനയ്ക്കായി പെട്രോൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നതായും പ്രതിഭാഗം വാദിച്ചു. പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച വിധി പറയും. ന്യൂസ് 18 ഇടുക്കി. ചീനിക്കുഴിയിലെ കൂട്ടക്കുരുതിയുടെ ഭീകരത നേരിട്ടറിഞ്ഞവരാണ് നമ്മൾ. പണത്തിനും സ്വത്തിനും വേണ്ടിയാണ് പലരും അക്രമം വിതയ്ക്കുന്നത്. പാലക്കാട് പട്ടാമ്പിയിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് വീടിന് തീയിട്ട് കൂട്ടക്കുരുതിക്ക് ശ്രമമുണ്ടായി. മുതുതല സ്വദേശി ഇബ്രാഹിമിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. സംഭവത്തിന് പിന്നാലെ ആക്രമി കത്തികൊണ്ട് കുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു. എറണാകുളം സ്വദേശി പ്രേംദാസാണ് വീടിന് തീ കൊളുത്തിയ ശേഷം ജീവനൊടുക്കാൻ നീക്കം നടത്തിയത്. വീട്ടിലെ സാധന സാമഗ്രികളും കാറും ബൈക്കും കത്തി നശിച്ചു. വിദേശത്ത് വെച്ചുള്ള സാമ്പത്തിക ഇടപാടാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം.
പാലക്കാട് മുതുതല സ്വദേശി ഇബ്രാഹിമിന്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം. രാവിലെ ഇവിടെ എത്തിയ എറണാകുളം പറവൂർ സ്വദേശി പ്രേംദാസ് വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് വീടിനുള്ളിൽ തീയിടുകയും ചെയ്തു. വീടിന്റെ മുന്നിൽ നിർത്തിയിട്ട കാറിനും ബൈക്കിനുമാണ് ആദ്യം തീ കൊളുത്തിയത്. വാഹനങ്ങളിൽ നിന്ന് തീ വീട്ടിലേക്ക് പടരുകയും വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഇബ്രാഹിമിന്റെ ഭാര്യയും 2 മക്കളും പുറകുവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീയിൽ കാറും ബൈക്കും പൂർണ്ണമായും കത്തി നശിച്ചു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പ്രേംദാസ് കയ്യിൽ സൂക്ഷിച്ച കത്തി ഉപയോഗിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. ഇയാളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇബ്രാഹിമിനൊപ്പം മുൻപ് വിദേശത്ത് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് പ്രേംദാസ്. ഇവർ തമ്മിലുണ്ടായ സാമ്പത്തിക ഇടപാടിലെ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. കാർ കച്ചവടത്തിൽ 1 ലക്ഷം രൂപ ഇബ്രാഹിം പ്രേംദാസിന് കൊടുക്കാനുണ്ടെന്ന് കാണിച്ച് ഒരു നോട്ടീസും പ്രേംദാസ് കയ്യിൽ കരുതിയിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 പട്ടാമ്പി. മക്കൾ മുതിർന്നു കഴിഞ്ഞാലും മാതാപിതാക്കൾക്ക് അവരെക്കുറിച്ച് ആശങ്കയുണ്ടാകും. മക്കളെ 1-2 ദിവസം കാണാതായാൽ അച്ഛനമ്മമാരുടെ ഉള്ളു പിടയും. പിന്നെ പലയിടത്തും അന്വേഷിക്കും, പോലീസിനെയും അറിയിക്കും. പാലക്കാട് കൂറ്റനാട് സ്വദേശിയായ കുഞ്ഞു മുഹമ്മദിനെ കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം എത്തിയത് തമിഴ്നാട്ടിലെ ജയിലിലാണ്. കുഞ്ഞു മുഹമ്മദും കൂട്ടുകാരും തമിഴ്നാട്ടിൽ പോയത് സ്വർണ്ണ കവർച്ച ലക്ഷ്യമിട്ടായിരുന്നു. അവിടെ വെച്ച് പോലീസിൻ്റെ പിടിവീണു. കാഞ്ചീപുരത്ത് നിന്ന് സ്വർണം തട്ടിയെടുത്തെന്ന കേസിലാണ് 5 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള യുവാക്കളാണ് 4.5 കോടിയുടെ സ്വർണ്ണ ഉരുപ്പിടികൾ തട്ടിയെടുത്ത കേസിൽ പിടിയിലായത്. പാലക്കാട് കൂറ്റനാട് പെരിങ്ങോട് സ്വദേശിയായ പി വി കുഞ്ഞുമുഹമ്മദിനെ കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതിയിൽ ചാലിശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിലെ സ്വർണ്ണ കവർച്ചാ റാക്കറ്റിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നും കാണാതായ യുവാക്കളാണ് 4.5 കോടിയുടെ സ്വർണ്ണൂരുപ്പടികൾ തട്ടിയെടുത്തെന്ന കേസിൽ തമിഴ്നാട്ടിൽ അറസ്റ്റിലായതായി വിവരം ലഭിച്ചത്. കാഞ്ചീപുരത്ത് കൊറിയർ സർവീസ് നടത്തുന്നയാളുടെ പരാതിയിലാണ് അറസ്റ്റ്. പെരിങ്ങോട് സ്വദേശി 31-കാരൻ പി വി കുഞ്ഞുമുഹമ്മദ്, മുണ്ടൂർ സ്വദേശി സന്തോഷ്, തൃശൂർ കോടാലി സ്വദേശി ജയൻ, കൊല്ലം സ്വദേശികളായ റിഷാദ്, സുജിലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം. ഇവരെ കാണാനില്ലെന്ന് കാട്ടി ഓഗസ്റ്റിൽ വിവിധ ദിവസങ്ങളിലായി ബന്ധുക്കൾ ചാലിശ്ശേരി, പൊന്നാനി, ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് വഴിത്തിരിവുണ്ടായത്. കുഞ്ഞുമുഹമ്മദിനെ കാണാനില്ലെന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് വിവരം ലഭിച്ചത്. തുടർന്ന് മറ്റു പ്രതികളുടെ വിവരങ്ങളും അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറുകയായിരുന്നു. കൃഷ്ണഗിരി, പൊന്നാനിക്കര പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ കാഞ്ചീപുരം പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതികൾ. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം കൊട്ടാരക്കര സ്വദേശി സുരേന്ദ്രൻ ആള് വലിയ തട്ടിപ്പുകാരനാണ്. സാമ്പത്തിക ക്രമക്കേടും ഗുണ്ടായിസവുമാണ് പ്രധാന പണി. വീട്ടിലെ ജോലിക്കാർക്കോ സഹായത്തിന് എത്തുന്നവർക്കോ പണം നൽകില്ല. ഇയാളുടെ ഭാര്യയ്ക്ക് പ്രസവ ശുശ്രൂഷ ചെയ്തതിൻ്റെ പണം പോലും കൊടുക്കാൻ തയ്യാറായില്ല. ആ പണം ചോദിച്ചതിന് വൃദ്ധ ദമ്പതിമാരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പണം നൽകാമെന്ന് പറഞ്ഞ് ഇയാളുടെ സ്ഥാപനത്തിൽ വിളിച്ചു വരുത്തിയായിരുന്നു മർദ്ദനം. സംഭവത്തിൽ കേസെടുത്ത കൊട്ടാരക്കര പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു.
വ്യാജ ID കാർഡുകൾ നൽകി പണം തട്ടിയ കേസിലടക്കം സുരേന്ദ്രൻ പ്രതിയാണ്. ഹൈഫ്ലൈ എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ ഇയാൾ നടത്തിയ പല ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊട്ടാരക്കര വള്ളക്കടവിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഹൈഫ്ലൈ എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിനുള്ളിൽ വെച്ചായിരുന്നു മർദ്ദനം. 3 വർഷം മുമ്പ് സുരേന്ദ്രന്റെ ഭാര്യയുടെ പ്രസവ ശുശ്രൂഷ സരസ്വതി അമ്മ ചെയ്തിരുന്നു. നൽകാമെന്ന് പറഞ്ഞ 25,000 രൂപയിൽ 5,000 രൂപയെ നൽകിയിരുന്നുള്ളൂ. പിന്നീട് ബാക്കി തുക ആവശ്യപ്പെട്ടപ്പോൾ 20,000-ന്റെ വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ചതായും സരസ്വതി പറയുന്നു. പണം നൽകാമെന്നും സ്ഥാപനത്തിലെത്തി ചെക്ക് തിരികെ നൽകണമെന്നും പറഞ്ഞാണ് വൃദ്ധദമ്പതിമാരെ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ വിളിച്ചു വരുത്തിയത്. എന്നാൽ സ്ഥാപനത്തിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ഇരുവരെയും മർദ്ദിച്ചതായാണ് പരാതി. കമ്പുകൊണ്ട് ദേഹമാസകലം തലങ്ങും വിലങ്ങും അടിച്ചുവെന്നും കൈകൊണ്ട് ഇടതു കവിളത്ത് അടിക്കുകയും തലമുടിയിൽ കുത്തിപ്പിടിച്ച് നിലത്തിടുകയും ചെയ്തതായും FIR-ൽ പറയുന്നു. കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വ്യാജ ID കാർഡുകൾ നൽകി പണം തട്ടുന്ന വിരുദ്ധനാണ് പിടിയിലായതെന്ന് പോലീസ് പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ വൃദ്ധദമ്പതിമാർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പരാതി നൽകുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ സുരേന്ദ്രനെ റിമാൻഡ് ചെയ്തു. നിനക്ക് 1000 രൂപയും വേണ്ടെങ്കിൽ അതിന് താടിയെന്ന് പറഞ്ഞ് ഈ 1000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് അങ്ങ് പറിച്ചു. തട്ടി പറിച്ചേന്ന് വെച്ചാൽ നീ തെളിവുമായിട്ട് വന്നേക്കുന്നോ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനേ? നീ പൈസ മേടിക്കുന്നൊന്ന് കാണട്ടെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലിരുന്ന ഈ രേഖകൾ, ഈ ചെക്കും ഞാൻ പല പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത എൻ്റെ രേഖകളും എല്ലാം അടങ്ങിയ ഒരു കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഇയാൾ തട്ടി അങ്ങ് പറിച്ച് അങ്ങ് എറിഞ്ഞു. ഒരു മേശയുടെ കീഴിലോട്ട് അങ്ങ് എറിഞ്ഞിട്ട് നീ എൻ്റെ ഭർത്താവ് ഇവിടെ വെളിയിൽ നിൽക്കുമായിരുന്നു. എടാ മറ്റേ മനഞ്ഞ് കയറി വാടാ, നിൻ്റെ പെണ്ണുമ്പിളെ വിളിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഞാൻ ഇതിനകത്ത് തല്ലി കൊന്നിടും, മര്യാദയ്ക്ക് വിളിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞ് എൻ്റെ പുറത്ത് ഒരുപാട് അടിക്കുകയും ചെവിക്കുറ്റിക്കും തലയ്ക്കും ഒക്കെ അടിക്കും, കൈവച്ച് എൻ്റെ ചെവിക്കുറ്റിക്ക് അടിക്കുക, ഇറങ്ങടി എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു തള്ളി ചെവിക്കുറ്റിക്ക് മാറിയും തിരിഞ്ഞ് അടിക്കുക അയാൾ ചെയ്തത്. ന്യൂസ് 18 കൊട്ടാരക്കര. പോലീസുകാരും അഭിഭാഷകരും ഡോക്ടർമാരും ഉൾപ്പെട്ട ഇൻഷുറൻസ് തട്ടിപ്പിന്റെ ഉള്ളറകൾ തേടിയുള്ള അന്വേഷണത്തിൽ പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മറയാക്കിയും ഇൻഷുറൻസ് തട്ടിപ്പ് നടന്നെന്നാണ് കണ്ടെത്തൽ. മറ്റൊരാൾക്ക് വാഹനം വിറ്റ് മാസങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം കാലടി സ്വദേശി ഗീത 2 കേസുകളിൽ പ്രതിയായത്. ഗീതയിൽ നിന്ന് വാഹനം വാങ്ങിയ കേശവദാസപുരം സ്വദേശി വിദ്യാധരനായിരുന്നു തട്ടിപ്പിന് പിന്നിൽ. ഇയാൾ വേറെയും നിരവധി ഇൻഷുറൻസ് തട്ടിപ്പ് കേസുകളിൽ ആരോപണ വിധേയനാണ്. കാലടി സ്വദേശി ഗീത എന്ന വീട്ടമ്മ തിരുവനന്തപുരം റൂറൽ SP-ക്ക് കൊടുത്ത പരാതിയാണിത്. തിരുവനന്തപുരം MACT കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിക്കുമ്പോഴാണ് 2 വാഹനാപകട കേസുകളിൽ പ്രതിയാണെന്ന് ഗീത ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത്. 2017 ഓഗസ്റ്റ് 30-ന് തോന്നക്കലിൽ വെച്ച് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു പരാതി. ഗീതയുടെ പേരിലുള്ള സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഭർത്താവ് രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും സ്കൂട്ടറിൽ തോന്നക്കലിലേക്ക് പോയിട്ടുമില്ല. മാത്രവുമല്ല, സ്കൂട്ടർ 2018 ജൂണിൽ വിദ്യാധരൻ എന്നയാൾക്ക് വിറ്റിരുന്നു. ഉടമസ്ഥാവകാശവും കൈമാറി. എന്നിട്ടും എങ്ങനെ കേസിൽ പ്രതിയായെന്ന ഗീതയുടെ കുടുംബത്തിന്റെ അന്വേഷണമാണ് തട്ടിപ്പിലേക്ക് വെളിച്ചം വീശിയത്. വണ്ടി ഭാര്യയുടെ പേരിലായിരുന്നു. ഭാര്യ ഓട്ടിക്കാറില്ല, ഞാനാണ് ഓട്ടിക്കുന്നത്. ഞാനാണെങ്കിൽ സിറ്റി ഇട്ട് ഒരിടത്തും പോകില്ല. മംഗലാപുരത്ത് വെച്ച് സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മംഗലാപുരം ആ ഭാഗത്ത് വെച്ച് സംഭവിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല, ഒന്നുമില്ല. മാത്രമല്ല, ഈ നോട്ടീസ് കിട്ടുന്ന സമയത്ത് എനിക്ക് വണ്ടി എൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ നോട്ടീസ് പറയുന്ന ഡേറ്റ് അനുസരിച്ച് ആ സമയത്ത് വണ്ടി എൻ്റെ കയ്യിൽ തന്നെയാണ്, വേറെ ആളുടെ കയ്യിലുമല്ല. അങ്ങനെ ഞാനിത് അന്വേഷിക്കാൻ പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴത്തേക്ക് അവിടുന്ന് വ്യക്തമായൊരു കാര്യങ്ങളൊന്നും തന്നില്ല. അപ്പോൾ അവിടെ അന്നത്തെ SI പുതിയ ആളായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി ഞാൻ ഒക്കെ ബോധ്യപ്പെട്ട എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യണം, എനിക്ക് മുമ്പിരുന്ന ആളുകളാണ് ചെയ്തത്,
എനിക്കത് കയറി അതിൽ എന്തെങ്കിലും ചെയ്യാനൊക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, റൂറൽ എസ് പിക്ക് ഒരു പെറ്റീഷൻ കൊടുക്കുക, എന്നിട്ട് ഞാൻ അത് വരുമ്പോൾ ഞാൻ അത് അന്വേഷിക്കാം. അങ്ങനെ റൂറൽ എസ് പിക്ക് പരാതി കൊടുത്തു. പുള്ളി കൊടുത്തു. അന്ന് തന്നെ എല്ലാം അന്വേഷണം പറഞ്ഞുകൊണ്ട് പിന്നെ ഇൻറ്റിമേഷൻ കൊടുത്തു. പിന്നെ റിട്ടേണായി. അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അവിടുത്തെ റൈറ്റർ, അഡീഷണൽ SI, അഡ്വക്കേറ്റ്, പിന്നെ ഇത് ചില സ്ഥിരം ആളുകളുണ്ടെന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത്. ഇതാണ് ഇത് കേസ് ഉണ്ടാക്കിയതാണ്. ഗീത പോലീസിൽ പരാതി നൽകിയതോടെ തിരുവനന്തപുരം MACT കോടതിയിൽ നിന്ന് കേസ് പിൻവലിച്ചു. പിന്നെ വിദ്യാധരനെ ഒന്നാം പ്രതിയാക്കി അതേ കേസ് ആറ്റിങ്ങൽ MACT കോടതിയിൽ ഫയൽ ചെയ്തു. P. ബാലചന്ദ്രൻ നായരായിരുന്നു അഭിഭാഷകൻ. ഇൻഷുറൻസ് കമ്പനിയും സമാന്തരമായ അന്വേഷണം നടത്തി. അപകടം നടക്കുമ്പോൾ വിദ്യാധരനായിരുന്നു വാഹനത്തിന്റെ ഉടമയെന്ന് കണ്ടെത്തി പരാതിയും നൽകി. ഈ കേസിൽ വിദ്യാധരൻ, അഭിഭാഷകൻ, ക്ലർക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റപത്രവും നൽകി. ഈ ഒരു കേസിൽ ഒതുങ്ങുന്നതല്ല വിദ്യാധരന്റെ തട്ടിപ്പ് കഥകൾ. മറ്റൊരു കേസിൽ ഇയാൾ ക്ലെയിം നേടിയെടുത്തത് സൈമൺ എന്നയാളുടെ മെഡിക്കൽ രേഖകൾ ഉപയോഗിച്ചാണ്. ഇതിന് വിദ്യാധരന് ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ M. ഗണേഷ്. പല കേസുകളിലും FIR ഇട്ട് സഹായിച്ചത് കാട്ടാക്കട SI T. സുരേന്ദ്രൻ. വക്കാലത്ത് ഫയൽ ചെയ്തത് അഡ്വക്കേറ്റ് കാട്ടാക്കട സതീഷ് കുമാറും. ഓരോ കേസുകളിലും വിദ്യാധരന്റെ പ്രായവും വിലാസവും മാറും. ഗീതയിൽ നിന്ന് വാങ്ങിയ KL01 BM 5984 എന്ന വാഹനം ഉപയോഗിച്ച് തന്നെ ഇയാൾ പല കേസുകളിലും ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. നെയ്യാറ്റിൻകര MACT കോടതിയിൽ മാത്രം വിദ്യാധരൻ ഉൾപ്പെട്ട 6 കേസുകളാണുള്ളത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. നമ്മുടെ നാട്ടിൽ ഒരു കവർച്ച നടന്നാൽ പ്രതിയെ പിടികൂടുന്നത് സാധാരണ പോലീസിന്റെ പണിയാണ്. എന്നാൽ എറണാകുളം അരേങ്കാവിൽ പട്ടാപ്പകൽ റബ്ബർ കടയിൽ നടന്ന കവർച്ചയിൽ വ്യാപാരികൾ പോലീസിൽ പരാതി കൊടുക്കുക മാത്രമല്ല ചെയ്തത്, കള്ളനെ പിടികൂടാൻ സ്വയം രംഗത്തിറങ്ങി. ഒടുവിൽ സമീപ സ്ഥലങ്ങളിലെ CCTV ഉൾപ്പെടെ പരിശോധിച്ച് പ്രതിയെ കണ്ടെത്തുകയും ചെയ്തു. ക്രിയേറ്റീവ് അരേങ്കാവ് എന്ന കൂട്ടായ്മയിലെ യുവാക്കളുടെ ഇടപെടലാണ് അന്വേഷണത്തിൽ നിർണായകമായത്. നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ട ജിൻസ് തോമസിനെ പിടികൂടിയതിൻ്റെ ആശ്വാസത്തിലാണ് വ്യാപാരികളും നാട്ടുകാരും. ഈ മാസം 18-നാണ് അരയങ്കാവിലെ റബ്ബർ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പട്ടാപ്പകൽ 30,000 രൂപ കവർന്നത്. മോഷണശേഷം പ്രതി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല റൂട്ടുകളിലൂടെ വാഹനവുമായി സഞ്ചരിച്ചത് അന്വേഷണത്തിൽ വെല്ലുവിളിയായി. എന്നാൽ 2 ജില്ലകളിലായി 50-ലധികം CCTV ക്യാമറകൾ പരിശോധിച്ച് പ്രതി സഞ്ചരിച്ച വഴികളിലെ മുഴുവൻ ദൃശ്യങ്ങളും ശേഖരിച്ചു. അരയങ്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് അരയങ്കാവ് എന്ന കൂട്ടായ്മയിലെ യുവാക്കളുടെ ഇടപെടലാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ പോലീസിനെ സഹായിക്കുകയും ദൃശ്യങ്ങൾ ശേഖരിച്ച് മുളന്തുരുത്തി പോലീസിന് കൈമാറുകയും ചെയ്തു. ഒരു പറ്റം ചെറുപ്പക്കാരുടെ കൂട്ടായ ശ്രമഫലമായാണ് പ്രതിയിലേക്കെത്താനും കുറ്റവാളിയെ കണ്ടെത്താനും സാധിച്ചത്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് വളരെ വിഷമം തോന്നി. കാരണം ഇപ്പൊ ചെറുകിട കച്ചവടക്കാരുടെ അവസ്ഥ നമുക്കറിയാം. അപ്പൊ ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ നിത്യം കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിയെ പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അന്നു മുതൽ രാത്രി ഞങ്ങൾ വളരെ ലേറ്റായി വരെ 2 ജില്ലയിലെയും, കോട്ടയം ജില്ലയിലെ ഈ ബോർഡറും നമ്മൾ എറണാകുളം മുളന്തുരുത്തി വരെയുള്ള പല CCTV ക്യാമറയിലും പരിശോധിച്ചപ്പോഴത്തേക്കും പ്രതിയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിച്ചു. ആ എത്തപ്പെടുന്ന സമയത്താണ് സമാനമായ രീതിയിൽ അതിരമ്പുഴയിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായെന്ന് അറിയുകയും. ഞങ്ങളുടെ തന്നെ ഉള്ള ഒരു കൂട്ടായ്മയുണ്ട്, ക്രിയേറ്റീവ് അരയങ്കാവ് എന്നുള്ളൊരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയിലെ ചെറുപ്പക്കാരെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഈ പ്രതി വളരെ തന്ത്രപരമായി പല റൂട്ടുകളിലേക്കും മാറി മാറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെയുള്ള പല സ്ഥലങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിന്റെ വെളിച്ചത്തിലാണ് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പോഴാണ് സമാനമായ ഒരു കുറ്റകൃത്യം അതിരമ്പുഴ സ്റ്റേഷൻ അതായത് അതിരമ്പുഴയിൽ ഉണ്ടായതായിട്ട് അറിയുവാൻ സാധിച്ചത്. അതിരമ്പുഴയിൽ ഈ കേസ് നടന്നത് ഒരു മലഞ്ചരക്ക് വ്യാപാരിയുടെ സ്വർണ്ണമാല കവർന്ന ഒരു സംഭവമാണ്. ക്രിയേറ്റീവ് അരയങ്കാവ് എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളായ വിവേക, ജിൻസൺ, രതീഷ്, ശ്രീകാന്ത്,
ഷോമി, ബിജു താമടത്തിൽ, പൗലോസ, ഷാഹിദ, അജാസ്, വിജയൻ തുടങ്ങി നിരവധി കച്ചവടക്കാർ രാപ്പകലില്ലാതെ ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയാണ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചത്. ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ അനേങ്കാവിലെ കച്ചവടക്കാരൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേസിൽ കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകിയിരിക്കുകയാണ് പോലീസ്. നിയമപരമായ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുളന്തുരുത്തി പോലീസ് അറിയിച്ചു. നേരത്തെ കോട്ടയം അതിരമ്പുഴയിൽ മരഞ്ചരക്ക് വ്യാപാരിയുടെ മാല കവർന്ന കേസിലും ജിൻസ് തോമസ് പ്രതിയാണ്. വൈക്കം, അരൂർ പോലീസ് സ്റ്റേഷനുകളിലടക്കം സമാനമായ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ന്യൂസ് 18 കൊച്ചി. സ്വന്തം അച്ഛനെതിരായ പീഡനക്കേസ് ഒഴിവാക്കാൻ മകൾ വ്യാജ ആസിഡ് ആക്രമണം സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? പാടാണല്ലേ. പക്ഷെ നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം സിനിമയെ പോലും വെല്ലുന്ന കഥയാണ്. ഞായറാഴ്ച രാവിലെയാണ് ആസിഡ് ആക്രമണത്തിന് ഇരയായതായി പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. പോലീസ് അന്വേഷണത്തിൽ പെൺകുട്ടിയും അച്ഛനും ചേർന്ന് നടത്തിയ ആസൂത്രണമാണിതെന്ന് കണ്ടെത്തി. പിതാവിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയുടെ ഭർത്താവിനെ കുടുക്കാനായിരുന്നു ശ്രമം. അച്ഛനെതിരായ പീഡനക്കേസ് ഒഴിവാക്കാൻ മകൾ വ്യാജ ആസിഡ് ആക്രമണം സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയൂ? പാടാണല്ലേ. പക്ഷേ നമ്മുടെ തലസ്ഥാനത്ത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതാണ്. ഞായറാഴ്ച രാത്രിയാണ് നമ്മളെല്ലാം ഞെട്ടിച്ച് രാജ്യത്ത് വീണ്ടും ഒരു പെൺകുട്ടിക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. നമ്മളടക്കം റിപ്പോർട്ട് ചെയ്ത ആ വാർത്ത ഇങ്ങനെയായിരുന്നു: ഡൽഹിയിൽ 20-കാരിയായ വിദ്യാർത്ഥിനിക്ക് നേരെ യുവാക്കളുടെ ആസിഡ് ആക്രമണം. ആസിഡ് ഒഴിച്ചപ്പോൾ കൈവച്ച് തടഞ്ഞതിനാൽ മുഖത്ത് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ട യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് പെൺകുട്ടി നൽകിയെന്നുമായിരുന്നു വാർത്ത. ജിതേന്ദർ, ഇഷാൻ, അർമാൻ എന്നിവരാണ് ആക്രമിക്കാനെത്തിയതെന്നും ഇഷാന്റെ കയ്യിലുണ്ടായിരുന്ന ആസിഡ് വാങ്ങി അർമാൻ തന്റെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു എന്നാണ് കുട്ടിയുടെ മൊഴി. ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു കാരണകഥയും അവൾ പോലീസിനോട് പറഞ്ഞു. മുകുന്ദപൂരിലെ തന്റെ അയൽവാസി കൂടിയായ ജിതേന്ദർ മാസങ്ങളായി തന്നെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. പോയ മാസം ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും തമ്മിൽ വലിയ വാക്കുതർക്കവും ഉടലെടുത്തു. പിന്നീട് ഞായറാഴ്ച അശോക് വിഹാറിലെ ലക്ഷ്മിഭായി കോളേജിലേക്ക് എക്സ്ട്രാ ക്ലാസ്സിന് പോകുമ്പോഴായിരുന്നു ഇക്കൂട്ടർ തന്നെ ആക്രമിച്ചതെന്നും പൊള്ളലേറ്റ കൈയുമായി അവൾ പോലീസിന് മൊഴി നൽകി. ഇതേ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് സംഭവത്തിലെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് പുറത്തു വരുന്നത്. ഇവിടെ ഈ സംഭവത്തിലെ യഥാർത്ഥ വില്ലൻ അഖിൽ ഖാൻ എന്നയാളാണ്, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ. ഇത്രയും സമയം നമ്മൾ പറഞ്ഞ പേരുകളൊന്നുമല്ലാത്ത മറ്റൊരാളാണ് ഇവിടെ യഥാർത്ഥ ഇരയായിരിക്കുന്നത്. വില്ലനായി ചിത്രീകരിക്കപ്പെട്ട ജിതേന്ദ്രന്റെ ഭാര്യയാണ് യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പോലീസിന്റെ കണ്ടെത്തലുണ്ട്. അതൊന്ന് പരിശോധിക്കാം. പ്രതിയായ അഖിൽ ഖാന്റെ കമ്പനിയിലാണ് ജിതേന്ദ്രന്റെ ഭാര്യ ജോലി ചെയ്തു വന്നിരുന്നത്. അവിടെ വെച്ച് അവർ അഖിൽ ഖാനിൽ നിന്ന് സെക്ഷൽ ഹറാസ്മെന്റ് നേരിട്ടിരുന്നു. ശരീരത്തിൽ കടന്നു പിടിക്കുകയും അവരുടെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. സംഗതി സഹിക്കാൻ പറ്റാതായതോടെ ജിതേന്ദ്രന്റെ ഭാര്യ ഒക്ടോബർ 24-ന് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതി കൊടുത്തു. തുടർന്ന് അഖിൽ ഖാനെതിരെ ഒരു പീഡന കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഈ കേസിനെതിരെ ഇതിലും വലിയ മറ്റൊരു കേസ് ഉണ്ടാക്കാനാണ് ഇയാൾ മകളെ ഉപയോഗിച്ച് ഇത്ര വലിയൊരു നാടകം കളിച്ചത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് അഖിൽ ഖാൻ ഇക്കാര്യം സമ്മതിച്ചത്. മകളുടെ ദേഹത്തൊഴിച്ചത് ബാത്റൂം ക്ലീനിങ് ആസിഡാണെന്നും തന്റെ സഹായത്തോടെയാണ് സംഭവം കെട്ടിച്ചമച്ചതെന്നും അഖിൽ ഖാൻ പോലീസിനോട് പറഞ്ഞു. ഇനി ഇയാൾ ജിതേന്ദ്രനൊപ്പം അർമാനെയും ഇഷാനെയും എന്തിനാണ് കേസിൽ കുടുക്കിയതെന്ന് കൂടി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഇവരുടെ അമ്മയായ ഷബ്നവും അഖിൽ ഖാനും തമ്മിൽ മംഗോൾപുരിയിലെ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുകയാണ്. മാത്രമല്ല ഈ ഷബ്നം, അതായത് ഈ ഇഷാന്റെയും അർമാന്റെയും അമ്മ, ഒരു ആസിഡ് ആക്രമണത്തിന്റെ ഇരയുമാണ്. 2018-ലാണ് ആ ആക്രമണം ഇവർക്കെതിരെ ഉണ്ടായത്. ഇതിന് പിന്നിൽ ഇതേ അഖിൽ ഖാന്റെ ബന്ധുക്കളായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഒരു വെടിക്ക് 2 ശത്രുക്കൾ എന്നുള്ളതായിരുന്നു അഖിൽ ഖാന്റെ പദ്ധതി. പക്ഷേ പാളിപ്പോയി.
കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പെൺകുട്ടി പറഞ്ഞ സമയത്ത് ജിതേന്ദറും കൂട്ടരും എവിടെയായിരുന്നു എന്നാണ് പോലീസ് തിരക്കിയത്. ജിതേന്ദറും ഇഷാനും അർമാനുമൊക്കെ സംഭവം നടന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞ അശോക് വിഹാറിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള കരോൾ ബാഗിലെ പാർക്കിംഗ് ലോട്ടിലെ CCTVയിൽ പോലീസ് സ്പോട്ട് ചെയ്തു. എന്നിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ പെൺകുട്ടിയെയും ആ കരോൾ ബാഗിലാണ് ഈ പോലീസുകാർ ഈ സമയത്ത് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ആ സമയത്ത് ആ പെൺകുട്ടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വസ്തുത, ഈ പെൺകുട്ടിയുടെ സഹോദരനാണ് കോളേജിന്റെ 200 മീറ്റർ അകലെയുള്ള ഈ അശോക് വിഹാറിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ള CCTV ദൃശ്യങ്ങൾ കൂടെ പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതായത് ഈ പെൺകുട്ടി പറഞ്ഞത് തുടക്കം മുതൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കള്ളമാണെന്ന് കൂടി പോലീസിന് CCTV ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലായിരിക്കുന്നു. അതായത് അവിടെ മുതൽ തന്നെ ഈ കേസിലെ പ്രതിയായ മുഖ്യ സൂത്രധാരനായ സ്വന്തം മകളെ ഉപയോഗിച്ച് സ്വന്തം തനിക്കെതിരെ വന്ന പീഡന കേസ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് തള്ളിക്കളയാൻ നിന്ന അഖിൽ ഖാന്റെ പ്ലോട്ട് പൊളിഞ്ഞു തുടങ്ങിയിരുന്നു. റെന്റ് കാർ ഇടപാടുകൾ നടത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ വാഹനം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം പരിശോധിക്കാറുണ്ടോ? തട്ടിപ്പ് സംഘങ്ങളും ലഹരിക്കടത്തുകാരുമെല്ലാം റെന്റ് കാർ ഉപയോഗിക്കുന്നുണ്ട്. മലപ്പുറം തിരൂരിൽ റെന്റ് കാർ ഉടമയെ തന്നെ കബളിപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ച് കൂടി അറിയണം. കാറിൽ നിന്ന് MDMA പിടികൂടിയെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് കാർ ഉടമയിൽ നിന്ന് പണം തട്ടിയ യുവാക്കൾ അറസ്റ്റിലായി. കാർ പോലീസ് പിടിച്ചെന്നും വിട്ടുകിട്ടാൻ പണം നൽകണമെന്നുമായിരുന്നു ആവശ്യം. ഇതനുസരിച്ച് 22,000 രൂപയാണ് യുവാക്കൾ തട്ടിയെടുത്ത് പങ്കുവച്ചത്. ലഹരി കേസിലും തട്ടിപ്പ് കേസിലും പ്രതികളാണ് പിടിയിലായ സംഘം. വാടകയ്ക്ക് കാറെടുത്ത ശേഷം ആ കാറിൽ നിന്ന് MDMA പിടിച്ചെടുത്തെന്ന് പറഞ്ഞ് കാറുടമയെ കബളിപ്പിച്ച് പണം തട്ടിയെന്ന കേസിലാണ് 3 യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കറുത്തേനി തട്ടാൻകുന്ന് സ്വദേശി ആലുങ്ങൽ അബ്ദുൾ വാഹിദ്, കൂരാട് തെക്കുംപുറം സ്വദേശി മരുതത്ത് അബ്ദുൾ ലത്തീഫ്, വണ്ടൂർ കരുണാലയപ്പടി സ്വദേശി പൂലാടൻ അഫ്സൽ എന്നിവരാണ് പിടിയിലായത്. കാർ പോലീസിൽ നിന്ന് വിട്ടുകിട്ടാൻ പണം വേണമെന്നാവശ്യപ്പെട്ട് 22,000 രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. ഇക്കഴിഞ്ഞ 22-നാണ് പ്രതികളിൽ ഒരാളായ ലത്തീഫ് കാളികാവ് സ്വദേശിയായ പരാതിക്കാരന്റെ കാർ വാടകയ്ക്ക് എടുത്തത്. തുടർന്ന് ഒക്ടോബർ 24-ന് വാഹിദ് കാർ ഉടമയെ ഫോണിൽ വിളിക്കുകയും കാർ MDMAയുമായി അമ്പലപ്പടിയിൽ പോലീസ് പിടികൂടിയെന്നും വിട്ടുകിട്ടാൻ 50,000 രൂപ ആവശ്യപ്പെട്ടതായും പറഞ്ഞു. 28,000 രൂപ തങ്ങളുടെ കയ്യിലുണ്ടെന്നും ബാക്കി 22,000 രൂപ അയച്ചു കൊടുക്കാനുമായിരുന്നു ആവശ്യം. ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും നേരിട്ട് വേണമെന്ന് പറഞ്ഞതിനാൽ മറ്റൊരു സുഹൃത്ത് വഴിയാണ് പണം എത്തിച്ചത്. പോലീസിലെ ഡാൻസ് ഓഫ് ടീം സ്ക്വാഡുകാർ കാറ് പിടിച്ചു. കാറിൽ MDMA ഉണ്ടായിരുന്നു. കാറ് പിടിച്ചിട്ടുണ്ട്. അതൊന്ന് കാറ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 50,000 രൂപ കൊടുത്താലേ കാറ് വിട്ടുകിട്ടില്ലോ എന്ന് പറഞ്ഞു ഓണറെ വിളിച്ച് പറയണം. തുടർന്ന് ഓണർ വേറെ ആൾ മുഖാന്തരം 25,000 രൂപ ഈ കാർ വാടകയ്ക്ക് എടുത്ത ലത്തീഫിൻ്റെ കയ്യിൽ എത്തിക്കുകയാണ്, വാഹിദിൻ്റെ കയ്യിൽ. അവരുടെ കൂടെ അസ്ഫൽ എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പൈസ അവർ വാങ്ങി അവരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തെളിവിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വണ്ടി കൊണ്ടുവിടുകയും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് മിനിഹാജിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അവർ ടീമായി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിക്കുന്ന പോലീസിൻ്റെ പേരിൽ. അതിനെ തുടർന്ന് ഞായറാഴ്ച പോലീസ് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തതും ഈ 3 പേരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ആ 3 പേരുടെ ഡീറ്റെയിൽസ് എടുത്ത സമയത്ത് ലത്തീഫിൻ്റെ പേർക്ക് ഇവിടെ തന്നെ ഒരു കമേഴ്സ്യൽ ക്വാണ്ടിറ്റി 40 ഗ്രാം MDMA പിടിച്ച കേസുണ്ട്. അതിൽ അസ്ഫലിൻ്റെ പേർക്ക് ഏകദേശം 4ഓളം കേസുണ്ട്. പരപ്പനങ്ങാടിയും വണ്ടൂരും പല ഇതായിട്ട് 4ഓളം കേസിൽ അസ്ഫലിൻ്റെ പേർക്കുണ്ട്. കാറുടമ പിന്നീട് ഇക്കാര്യം
പരിചയക്കാരനായ പോലീസുകാരനോട് പറഞ്ഞപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. ഇതനുസരിച്ച് SP-യുടെ നിർദ്ദേശാനുസരണം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ലത്തീഫ് അടുത്തിടെ 40 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയയാളാണ്. അഫ്സൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകളിലും അടിപിടി കേസുകളിലും പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാറിന്റെ നേതൃത്വത്തിൽ SI-മാരായ വാസുദേവൻ ഊട്ടുപുറത്ത്, VK പ്രദീപ്, ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, T നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. TP ചന്ദ്രശേഖരൻ വധക്കേസ് അട്ടിമറിക്കാനും പിന്നീട് പ്രതികളെ രക്ഷിക്കാനും ഇടതുപക്ഷവും സർക്കാരുമെല്ലാം പല വഴിവിട്ട നീക്കങ്ങളും നടത്തിയതാണ്. നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ നിരീക്ഷണമുള്ളതിനാൽ പ്രതികൾക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമോ? എന്നാൽ കൊലയാളികളെ ജയിലിൻ്റെ പുറത്തെത്തിക്കാൻ ജയിൽ വകുപ്പ് പല അസാധാരണ നടപടികളും ചെയ്യുന്നുണ്ട്. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ജയിൽ വകുപ്പ് മേധാവി സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചു. പ്രതികളുടെ വിവരങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് കത്ത് നൽകിയതെന്നാണ് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ വിശദീകരണം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് ജയിൽ വകുപ്പിന്റെ അസാധാരണ നീക്കം. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്നാണ് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്ക് അറിയേണ്ടത്. സെൻട്രൽ ജയിലുകളിലെയും വിയൂർ അതീവ സുരക്ഷാ ജയിലിലെ സൂപ്രണ്ടുമാർക്ക് നൽകിയ കത്തിൽ വിടുതൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പരോളാണോ അല്ലെങ്കിൽ വിട്ടയക്കാനാണോ എന്നതിൽ വ്യക്തതയില്ല. എന്നാൽ പ്രതികളെ വിട്ടയക്കുന്നതിന് വേണ്ടിയല്ല കത്തെഴുതിയതെന്നാണ് ബൽറാം കുമാർ ഉപാധ്യായ വിശദീകരിക്കുന്നത്. അപ്പോഴും പ്രതികളുടെ വിടുതലിൽ ആഭ്യന്തര സുരക്ഷ പോലീസാണ് പരിശോധിക്കേണ്ടതെന്നിരിക്കെ ജയിൽ വകുപ്പിന് എന്ത് കാര്യമെന്നാണ് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. പ്രതികൾ മോചിതരായാൽ സുരക്ഷാ പ്രശ്നമില്ലെന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ ഉണ്ടായതെന്നാണ് സംശയിക്കപ്പെടുന്നത്. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ സർക്കാർ നേരത്തെയും ശ്രമം നടത്തിയിരുന്നു. ഇത് വിവാദമായതോടെയാണ് നീക്കത്തിൽ നിന്ന് പിൻവലിഞ്ഞത്. ഇപ്പോഴും പ്രതികൾക്ക് സർക്കാരിന്റെ കരുതലുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ നീക്കം. കേസിലെ പ്രതിയായ കൊടിസുനി തുറവൂർ ജയിലിലും മറ്റുള്ളവർ കണ്ണൂർ, തൃശൂർ സെൻട്രൽ ജയിലുകളിലുമാണ് നിലവിലുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്വന്തം മാറിടം അവൾക്കെന്നും അഭിമാനമാണ്. അതില്ലാത്ത അവസ്ഥ പലരെയും മാനസികമായി തകർക്കാറുണ്ട്. സ്ഥാനാർബുദം കാരണം സ്ത്രീകളുടെ മാറിടം മുറിച്ചു മാറ്റിയ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുള്ളതാണല്ലേ. എന്നാൽ ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം ഡോക്ടറുടെ പിഴവ് മൂലം മുറിച്ചു മാറ്റിയതായി പരാതി. കടവന്ത്ര ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ആശുപത്രി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെയാണ് വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയത്. അതേസമയം പോലീസ് ആശുപത്രിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കുടുംബം ആരോപിക്കുന്നു. ജനുവരി 29 തൃശൂർ ജീവ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഷീജ പ്രഭാകറിന് ക്യാൻസർ ഉണ്ടെന്ന് അറിയിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഡോക്ടർ VP ഗംഗാധരനെ സമീപിച്ചു. പരിശോധന ഒരിക്കൽ കൂടി നടത്തണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് സാമ്പിളുകൾ അയച്ചു. ഫെബ്രുവരി 17 ലഭിച്ച ഫലമനുസരിച്ച് ഷീജയ്ക്ക് ക്യാൻസർ ഇല്ലെന്ന് കണ്ടെത്തി. പക്ഷേ ഈ ഫലം പരിശോധിക്കാതെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ സർജൻ ഡോക്ടർ ജോജോ വി ജോസഫ് 17-ാം തീയതി ഷീജയുടെ വലതുമാറിടം നീക്കം ചെയ്തു എന്നാണ് പരാതി. ആള് ഒരു മരുന്നും എനിക്ക് എഴുതിയൊന്നുമില്ല. ആള് വന്നു ആ തേട് വാങ്ങി കൊണ്ടുവന്ന് രണ്ടാമത് നോക്കിയിട്ട് നമ്മുടെ
ഓട്ടം എടുത്താൽ വന്നു. അത് കഴിഞ്ഞിട്ട് അവർ നോറ്റി 13-ാം തീയതി ആ റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്തത് 17-ാം തീയതിയാണ് എന്നെ. അപ്പോൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം ആരോപണം തള്ളി ഡോക്ടർ ജോജോ വി ജോസഫ് രംഗത്തെത്തി. സ്വകാര്യ ലാബിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർജറി ചെയ്തത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് വലതുമാരടം നീക്കം ചെയ്തതെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പം എന്നെ ഒരു സർജൻ എന്ന നിലയിൽ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് സർജറി ചെയ്യണോ വേണ്ടിയോ എന്നറിയാനായിട്ട് 2 കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടോ, അതിന്റെ റിപ്പോർട്ട് ഉണ്ട്. അത് അവരെനിക്ക് തന്നു. അതാണ് ജീവ ലബോറട്ടറീസിന്റെ, ഞാൻ അതിന്റെ കോപ്പി എന്തെങ്കിലും ഞാൻ അയച്ചു തരാൻ ഈ ഫോണിൽ പറഞ്ഞത്. ആ റിപ്പോർട്ടാണ്. അതിൽ MD പതോളജിസ്റ്റ് NABL അക്രഡിറ്റഡ് ലാബിലെ സീനിയർ പതോളജിസ്റ്റിന്റെ റിപ്പോർട്ടുണ്ട്. ഇൻഫിൽട്രേറ്റിംഗ് ഡക്റ്റസ് കാർസിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ആദ്യത്തെ ഭാഗം തീർന്നു. ഇനി രണ്ടാമത് എനിക്കറിയേണ്ടത് ഈ അസുഖം മറ്റു ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ ചെക്ക് ചെയ്തിട്ടുണ്ടോ, അതുമില്ല. അതിനുശേഷമാണ് സർജറിക്ക് റെക്കമെൻഡ് ചെയ്തത്. ആ സർജറിക്ക് 16-ാം തീയതി വരാനായിട്ട് ഞാൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അവർ വന്ന് അഡ്മിറ്റഡ് ആവുന്നു. ഒരു സർജറി ചെയ്ത് തിരിച്ചു പോകുന്നു. ഇതാണ് സംഭവം. തൃശൂർ ജീവ ലാബ് 1-ാം പ്രതിയും ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രി ഡോക്ടർ ജോജോ വി ജോസഫ് എന്നിവർ 2-3 പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ പോലീസ് ആശുപത്രിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കുടുംബം ആരോപിച്ചു. ഈ ലക്ഷറിയത്തെ റിപ്പോർട്ട് 13-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണേക്കാളും കുറച്ച് 4 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഈ റിസൾട്ട്. അതിൽ നെഗറ്റീവായിരുന്നു. എന്നിട്ട് അത് അവർ നോക്കാണ്ട് ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് അത് വീണ്ടും ബയോപ്സിക്ക് അയച്ചു, പരിശോധിക്കാൻ അയച്ചു. അപ്പം അതിൽ റിസൾട്ട് ഒരു 18-ാം തീയതി ആയിട്ടാണ് വന്നത്. 18-ാം തീയതി അയച്ചു. മാർച്ച് 7-ാം തീയതി ആയിട്ടാണ് പിന്നെ വന്നത് റിസൾട്ട്. അപ്പം അതിൽ നെഗറ്റീവായിരുന്നു റിസൾട്ട്. അപ്പോൾ നെഗറ്റീവായപ്പോൾ ഞങ്ങൾ ഗംഗാധര സാറിനെ കാണാൻ പോയി. കണ്ടു. അപ്പോൾ ആൾക്ക് എന്തോ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ആള് പറഞ്ഞു, ഞാനിതൊന്നും കൂടി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേറെ മരുന്നും കാര്യങ്ങളൊന്നും കഴിക്കേണ്ട, നിങ്ങൾ ഇത് കഴിച്ചാൽ മതി എന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടിലാണ് ഷീജ. നീതി ലഭിക്കുന്നതുവരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ഡോക്ടർമാരുടെ അനാസ്ഥ നിരവധി പേരുടെ ജീവനെടുത്തിട്ടുള്ള നാടാണിത്. കൃത്യമായ ചികിത്സ ലഭിക്കാത്തതും മരുന്ന് മാറി നൽകിയതുമൊക്കെ വലിയ ദുരന്തത്തിന് കാരണമാകാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ വീട്ടമ്മ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് പരാതി. ഗൈനക്കോളജി വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ കോതനല്ലൂർ സ്വദേശിനി ശാലിനിയാണ് മരിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതിരുന്ന ശാലിനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്നും മരുന്ന് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഗുരുതരാവസ്ഥയിലായതെന്നാണ് ബന്ധുക്കളുടെ പരാതി. തിങ്കളാഴ്ചയാണ് കോതനല്ലൂർ ചാമക്കാല കന്നവെട്ടിയിൽ ശാലിനി അംബുജാക്ഷൻ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയത്. ചികിത്സയുടെ ഭാഗമായി മരുന്ന് നൽകിയതിന് പിന്നാലെ ശാലിനി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് മാറിയെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഓട്ടോറിക്ഷയിൽ മകൾക്കൊപ്പമെത്തിയ ശാലിനി പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട അവസ്ഥയിലായി. ചൊവ്വാഴ്ച രാവിലെ മരിക്കുകയും ചെയ്തു. ബന്ധുക്കൾ ഗാന്ധിനഗർ പോലീസിനും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകി. ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ശാലിനി ചികിത്സയ്ക്കെത്തിയെന്നാണ് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസ് പരിശോധന തുടങ്ങി. വിശദമായ പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കോട്ടയം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും 2-ാം പ്രതി മുരാരി ബാബുവും തമ്മിൽ എന്തൊക്കെ ഇടപാടുകളാണ് നടന്നത്? സ്വർണ്ണ കവർച്ചയിൽ ഗൂഢാലോചനയും പണമിടപാടും നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇതിനായി ക്രൈംബ്രാഞ്ച് 2-ാം പ്രതി മുരാരി ബാബുവിനെ
4 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യപ്രകാരമാണ് റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. കേസിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ശബരിമലയിലെത്തിച്ച് തെളിവുകൾ ശേഖരിക്കാനാകും അടുത്ത നീക്കം. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ റിമാൻഡിലായിരുന്ന മുരാരി ബാബുവിനെ 11 മണിക്കാണ് റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് 4 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. അടച്ചിട്ട കോടതി മുറിയിലാണ് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് RC അരുൺകുമാർ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നും ഇരുവരും തമ്മിൽ പണമിടപാടും ഗൂഢാലോചനയും നടന്നിട്ടുണ്ടെന്നും പരിശോധിക്കണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. 2019 ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കവർച്ചയിൽ 2ാം പ്രതിയും ശ്രീകോവിലിലെ കട്ടളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ 6ാം പ്രതിയുമാണ്. ചോദ്യം ചെയ്യലിന് ശേഷം ശബരിമലയിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നവംബർ 16 മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഇരുവരെയും ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കേസിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം 30 അവസാനിക്കാനിരിക്കെ കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നീട്ടിക്കിട്ടാനും അപേക്ഷ നൽകും. ന്യൂസ് 18 പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് മുക്കം ഉപജില്ലാ കലോത്സവത്തിനിടെ നടന്ന സംഘർഷ ദൃശ്യങ്ങൾ റീൽസാക്കി വിദ്യാർത്ഥികൾ. സന്നദ്ധ സേനാംഗങ്ങളെയും മറ്റു വിദ്യാർത്ഥികളെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് റീൽസിൽ ഉള്ളത്. പാലക്കാട് മീനാക്ഷിപുരത്ത് 1260 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ കേസിൽ CPM കമ്പാലത്തറ ലോക്കൽ സെക്രട്ടറി ഹരിദാസൻ പോലീസ് പിടിയിൽ. മീനാക്ഷിപുരം സർക്കാർ പതിയിൽ കണ്ണയ്യന്റെ വീട്ടിൽ സ്പിരിറ്റ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ഹരിദാസനും ഉദയൻ എന്നയാളും ചേർന്നാണെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. പാലക്കാട് കുളപ്പുള്ളിയിൽ 4.5 കിലോയിലധികം തിമിംഗല ഛർദിയുമായി ഒരാൾ പിടിയിൽ. മലപ്പുറം ആനമങ്ങാട് സ്വദേശി ഫാറൂഖിനെയാണ് വനം വകുപ്പ് പിടികൂടിയത്. മുംബൈയിൽ 24-കാരിയായ യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവും കുടുംബാംഗങ്ങളും അറസ്റ്റിൽ. നേഹ ഗുപ്തയുടെ മരണത്തിൽ ഭർത്താവ് അരവിന്ദ് ഗുപ്ത ഉൾപ്പെടെ 6 പേരെ കൊലപാതകം, സ്ത്രീധന പീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വയനാട് കമ്പളക്കാട് നാട്ടുകാരും തൊഴിലാളികളും രാവിലെ കണ്ട കാഴ്ച ഭീതിപ്പെടുത്തുന്നതാണ്. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് മുകളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം. കാലുകൾ ഫില്ലർ നിർമ്മിക്കാനുള്ള കമ്പിയിൽ കെട്ടിയിട്ട നിലയിൽ. അല്പം മാറി കറുത്ത നിറത്തിലുള്ള ഒരു ബാഗും പെട്രോൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കുപ്പിയും. തൊട്ട് സമീപത്ത് മദ്യക്കുപ്പിയും കാണാം. എന്നാൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആസൂത്രിതമായ കൊലപാതകമെന്നാണ് നിഗമനം. കമ്പളക്കാട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ആരാണ് കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തണം. ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപാതകം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.